ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് ലിപ്സ്റ്റിക്സ് കാണിച്ചു തരാം കേട്ടോ. ഇത് ബ്ലൂ ഹെവൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് 309 കേട്ടോ. ഇതൊരു ബോൾഡ് റെഡ് ഷെയ്ഡാണ് ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത്. ഇതൊരു സെമി മാറ്റ് ഫിനിഷാണ് കേട്ടോ. ഇത് നമുക്ക് ബിഗിനേഴ്സിനൊക്കെ എന്തായാലും യൂസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. പക്ഷേ നമുക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഒന്നുകൂടി റീഅപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഒത്തിരി ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല, എങ്കിലും അത്യാവശ്യം നമുക്ക് ഇപ്പം ഫുഡൊക്കെ കഴിച്ചാലേ നമ്മൾ റീഅപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരത്തുള്ളൂ. അല്ലെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ലിപ്സ്റ്റിക്കാണ്. ഒരു 90 റേഞ്ചിലൊക്കെ നമുക്കിത് അവൈലബിൾ ആട്ടോ ഓൺലൈനിലൊക്കെ. ഇത് ലോറിയൽ പാരിസിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് 143 കേട്ടോ. ഇതൊരു ന്യൂഡ് ഷെയ്ഡാണ്. ഇതിൻ്റെ ശരിക്കും ഒരു ക്രീമി ടെക്സ്ചർ ആട്ടോ. അപ്പോൾ നമുക്ക് സ്മൂത്തായിട്ടൊക്കെ നമുക്ക് ലിപ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു സാറ്റിൻ ഫിനിഷ്, അതായത് ശരിക്കും ഒരു മാറ്റ് ഫിനിഷും ആയിരിക്കത്തില്ല, ഒരു ഗ്ലോസി ആയിട്ടുള്ള ഒരു ഫിനിഷും ആയിരിക്കത്തില്ല, ഒരു സാറ്റിൻ ഫിനിഷാണ് ഇതിൻ്റെത്. ഇത് നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് ലാക്മേയുടെ ഫോറെവർ മാൻ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് വൈൻ ടച്ച് കേട്ടോ. ഇത് ഒരു മാറ്റ് ഫിനിഷ് ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് നല്ല ഒരു പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു കളറാട്ടോ. ഇത് ഒരു സിംഗിൾ സ്വൈപ്പിൽ തന്നെ നമുക്കൊരു ഫുൾ കവറേജ് കിട്ടുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇപ്പോൾ ചെറിയ രീതിയിൽ നമ്മൾ ഒരു ലൈറ്റ് മീൽസ് ഒക്കെ ആണെങ്കിൽ ഇത് നമുക്ക് പിന്നെ റീഅപ്ലൈ ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നും വരുന്നില്ല. അത്യാവശ്യം ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്ക് തന്നെയാണ്. ഇത് ഒരു അഫോർഡബിൾ റേഞ്ചിലാണ് വരുന്നത്. ഒരു 250 ബിലോ ഒക്കെയാണ് ഇതിൻ്റെ റേഞ്ച്. ഒരു 220 ആ ഒരു റേഞ്ചിലൊക്കെ ഈ ലിപ്സ്റ്റിക്ക് അവൈലബിൾ ആട്ടോ ഓൺലൈനിൽ. ഇത് മെബിലിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ആട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് 02 ആണ്. സോഫ്റ്റ് വൈൻ ആട്ടോ ഷെയ്ഡ്. ഇതിൻ്റെ ഒരു വൈൻ കളറാണ് നമുക്ക് കിട്ടുന്നത്. ഇതൊരു ക്രീമി ടെക്സ്ചർ ആട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് സ്മൂത്തായിട്ട് ഗ്ലൈഡ് ചെയ്യാനൊക്കെ പറ്റും. ഇതൊരു സാറ്റിൻ മാറ്റ് ഫിനിഷാണ് വരുന്നത്. ഇതൊരു ഫുൾ കവറേജ് ലിപ്സ്റ്റിക്കാണ്. ഒരു സിംഗിൾ സ്വൈപ്പിൽ തന്നെ നമുക്കൊരു ഫുൾ കവറേജ് കിട്ടുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. പിന്നെ ഇത് അത്യാവശ്യം ഹൈഡ്രേറ്റിംഗ് ആണ്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ റീഅപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. എങ്കിലും അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാട്ടോ. ഇതും അഫോർഡബിൾ റേഞ്ച് തന്നെയാണ്. ഒരു 250 ബിലോ റേഞ്ചിൽ തന്നെ നമുക്ക് ഓൺലൈനിലൊക്കെ ഈ ലിപ്സ്റ്റിക്ക് അവൈലബിൾ ആട്ടോ. ഇത് ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് 02 റെഡ് റൂം ആട്ടോ. ഇതും ഒരു റെഡ് ഷെയ്ഡിൽ വരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ടെക്സ്ചർ ഒരു സ്മൂത്ത് ആൻഡ് ക്രീമി ടെക്സ്ചറാണ് വരുന്നത്. ഇതിൻ്റെ പിഗ്മെൻറ്റേഷനും ഭയങ്കര ഒരു ഇമ്പ്രസീവ് ആയിട്ടുള്ള കേട്ടോ. ഇതും നമുക്കൊരു ഫുൾ കവറേജ് തന്നെ കിട്ടുന്ന, സിംഗിൾ സ്വൈപ്പിൽ തന്നെ നമുക്കൊരു ഫുൾ കവറേജ് കിട്ടുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ റീആപ്ലിക്കേഷൻ വേണ്ടി വരും. പിന്നെ ഇതും ഒരു അഫോർഡബിൾ റേഞ്ചിൽ തന്നെയാണ് വരുന്നത്. ഒരു 90 ബിലോ, 84 ആ ഒരു റേഞ്ചിലൊക്കെ ഇത് ഓൺലൈനിൽ അവൈലബിൾ ആട്ടോ ഈ ലിപ്സ്റ്റിക്സ്. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും ബിഗിനേഴ്സിനൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ലിപ്സ്റ്റിക്ക് തന്നെയാണ്. പിന്നെ നമുക്കിത് കുറച്ച് റിമൂവ് ചെയ്യാനൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എങ്കിലും നല്ലൊരു ഷെയ്ഡ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.